ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15 മണ്ഡലങ്ങളിലും ഒറ്റപ്പേര് മാത്രം നിർദ്ദേശിക്കാൻ കോൺഗ്രസ് ശുപാർശ. തിരുവനന്തപുരത്ത് നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. സിറ്റിംഗ് എംപിമാർ എല്ലാവരും മത്സരിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലാണ് സിറ്റിംഗ് എംപിമാരെല്ലാം തന്നെ മത്സരിക്കണം എന്ന നിർദ്ദേശം ഉയർന്നത്. ഒരു മണ്ഡലത്തിൽ നിന്നും ഒരാളുടെ പേര് മതിയെന്ന നിർദ്ദേശവും സ്ക്രീനിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചു. കെ സുധാകരൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്നും പകരം മറ്റൊരാളുടെ പേര് നിർദ്ദേശിക്കാമെന്നും കെ സുധാകരൻ പറഞ്ഞുവെങ്കിലും ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്ന ആവശ്യവും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുമായി ഹൈക്കമാൻഡ് ചർച്ച നടത്തും. അതേസമയം ആലപ്പുഴയുടെ കാര്യത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായില്ല. നിലവിൽ 20 സീറ്റുകളും UDFന് നേടാൻ കഴിയുമെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ വിലയിരുത്തി. KPCC പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ MP മത്സരിക്കുന്ന കാര്യത്തിൽ നേരത്തെ AICC താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കെ സുധാകരൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു. ആലപ്പുഴയുടെ കാര്യത്തിൽ KC വേണുഗോപാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതായിരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് ആദ്യവാരത്തിലുണ്ടാകുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. കേരളത്തിലെ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിലും ഇപ്പോൾ നടന്ന ചർച്ച നിങ്ങളോട് വെളിപ്പെടുത്താൻ അനുവാദമില്ല. അത് പണ്ട് പോലെ എങ്ങനെ, ഞാനും പണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ഒറീസയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഒരു നടപടിക്രമമുണ്ട് പാർട്ടിക്ക്. ഞാനത് അവിടെ ഇരുന്ന് തീരുമാനിച്ചത് പുറത്തു വന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി മാത്രമേ അത് കാണാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ എന്നിവർ നാളെയോ മറ്റന്നാളോ ദില്ലിയിലെത്തും. തുടർന്ന് ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.